മറ്റു ചില പാരൻസ് പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ കുഞ്ഞിന് ഞാൻ പറയുന്ന എല്ലാം മനസ്സിലാകും, പക്ഷെ അവൻ മനഃപൂർവ്വം സംസാരിക്കാതിരിക്കുകയാണ്, അല്ലെങ്കിൽ മടിയാണ് അവന് സംസാരിക്കാൻ എന്നുള്ളത്. നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ ലാംഗ്വേജിൽ 2 കമ്പണൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് റിസെപ്റ്റീവ് ലാംഗ്വേജ്, അതായത് ഒരു കുഞ്ഞിൻ്റെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ അവന് ലാംഗ്വേജ് എത്ര നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നു, അതാണ് അവൻ്റെ റിസെപ്ഷൻ അല്ലെങ്കിൽ അവൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ഇനി ആ മനസ്സിലാക്കിയ കാര്യങ്ങളെ അവൻ എത്ര നന്നായി എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവൻ്റെ എക്സ്പ്രസീവ് ലാംഗ്വേജ്. പല കുട്ടികളിലും ഈ ഒരു റിസെപ്റ്റീവ് എക്സ്പ്രസീവ് ലാംഗ്വേജിൽ ഡിഫറൻസസ് ഉണ്ടായേക്കാം. ചില കുട്ടികളിൽ മനസ്സിലാക്കുന്ന ആ ഒരു ലാംഗ്വേജ് ഏജ് ആഡിക്വേറ്റ് ആണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏജിൽ ചിലപ്പോൾ ഒരു ഡിലേ കണ്ടേക്കാം. ചിലരിൽ റിസെപ്റ്റീവ് ലാംഗ്വേജിലും എക്സ്പ്രസീവ് ലാംഗ്വേജിലും ഒരു ഡിലേ കണ്ടേക്കാം. അതുകൊണ്ട് തന്നെ കുട്ടികൾ മടി പിടിച്ച് സംസാരിക്കാതിരിക്കുകയാണ് അല്ലെങ്കിൽ മനഃപൂർവ്വം സംസാരിക്കാതിരിക്കുകയാണ് എന്ന കോൺസെപ്റ്റ് മാറ്റി അങ്ങനെ ഒരു ഡിലേയുടെ സൈൻ നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്പീച്ച് തെറപ്പിക്ക് കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്.